ഹായ്, ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിഷു സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കണി വയ്ക്കുന്നതും അത് കണക്ക് അവിടെ എല്ലാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് കണി വെക്കുന്നതും എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിളക്ക് വെക്കുന്നതും അത് കണക്ക് കണി വെക്കുന്ന ഭാഗമെല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി കുളിച്ചിട്ടൊക്കെ വൃത്തിയായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുകയാണ്. അതായത് നമ്മളെ കണി വെക്കാൻ പാകത്തിനുള്ള ഇതെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ. അപ്പം വെക്കുന്നിടവും അത് കണക്ക് നമ്മളെ കണി വെക്കുന്ന സ്ഥലവും വിളക്ക് വെക്കുന്നിടവും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയ ശേഷം തുടയ്ക്കുകയാണ്. ഞാൻ ആദ്യം തുണി വെച്ചൊന്ന് തുടയ്ക്കുന്നു, പിന്നെ ക്ലീൻ ചെയ്യുന്നു, എൻ്റെ എല്ലാം ഒന്നുകൂടെ തുടയ്ക്കുന്നു. തുടച്ചിട്ട് പിന്നെ ഞാൻ വിളക്കും വിളക്കും നമ്മൾ കിണ്ടിയും എല്ലാം എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഉരുളിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് എല്ലാ പ്രാവശ്യവും കണി വെക്കുന്നത്. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം കണി വെക്കാൻ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. അത്യാവശ്യം കുറച്ചുള്ളതെല്ലാം നമ്മൾ വെക്കുന്നുണ്ട്. അതെനിക്ക് കുറച്ച് കൊന്നപ്പൂവും വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ അതും ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഞാൻ വെക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റ് എനിക്ക് വെക്കേണ്ടത് ഒരു ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇത്രയും വലിയൊരു ചക്ക ഇരിക്കാനുള്ള സ്ഥലക്കുറവുണ്ടായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളെ വിളക്ക് മറയാൻ പാടില്ലല്ലോ, അപ്പോൾ അതനുസരിച്ചല്ലേ വെക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ രാവിലെ വിളക്ക് ഒരുക്കി കത്തിച്ചത് അതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോയിൽ പിന്നെ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പോയി കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു, എല്ലാം റെഡിയാക്കി. അപ്പം ഇതാണ് നമ്മളെ ഫൈനൽ സെറ്റിങ്സ് കേട്ടോ. അപ്പോൾ ഫൈനൽ സെറ്റിങ്സ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണയെല്ലാം ഒഴിച്ച് വെക്കുവാണ് കേട്ടോ. വിളക്ക് കത്തിക്കാനും ഒക്കെ പാകത്തിനെല്ലാം ശരിയാക്കി വെക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ രാവിലത്തെ കിച്ചൺ നമ്മൾ വിഷുവായിട്ട് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പരിപ്പുണ്ടാക്കിയായിരുന്നു, പിന്നെ സേമിയ പായസം ഉണ്ടാക്കി, അവിയലുണ്ടാക്കി, ബീട്രൂട്ട് തോരനുണ്ടാക്കി, ക്യാരറ്റ് മെഴുക്കുവരട്ടുണ്ടാക്കി, പിന്നെ പപ്പടവും പൊരിച്ചു, ചോറും. ഇത്രയുമേ വെക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. ഇത് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ സാമ്പാറുണ്ടാക്കി. ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തു. പിന്നെ എല്ലാവരും, ഞാനും അച്ഛനും അമ്മയും ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു, സമയക്കുറവ് കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ വൈകിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വിഷു സെലിബ്രേഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.